കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് ഒരു സൂപ്പർ വെള്ളക്കടലക്കറിയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/4 കിലോ കടല 7-8 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത കടല നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നികക്ക വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലും അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് നട്ട്സിൻ്റെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ബിരിയാണിക്കടകളിൽ നിന്നും വാങ്ങിച്ച് വെക്കുന്നതാണിത്. നമുക്കിപ്പം അരയ്ക്കാനായിട്ടിപ്പം കൂടുതൽ വില കൊടുത്ത് മുഴുവൻ നട്ട്സ് വാങ്ങിക്കണമെന്നൊന്നുമില്ല. അരയ്ക്കേണ്ട ആവശ്യത്തിന് നമുക്കിങ്ങനെ പൊടി നട്ട്സ് വില കുറഞ്ഞ് ബിരിയാണിക്കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇത് 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനിടണം. ഇനി നമുക്ക് ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയാൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. അത് 1 സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കണം. ആ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നു. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്നിളക്കിയെടുക്കണം. പൊടിയുടെ പച്ചമണം മാറി വന്നാൽ നമുക്കൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1.25 കപ്പ് തേങ്ങ മിക്സിയുടെ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പാകത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കുന്നതിന് മിക്സിയുടെ കപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിന് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. ഇതിപ്പം കളർ കുറവാണ്. ഇവിടെ ഈ കളർ മതിയാകും. കുറച്ചുകൂടെ മഞ്ഞ കളർ വേണമെന്നുള്ളവർ ഈ സമയത്ത് ഒരല്പം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. കറി ഇവിടെ ഇപ്പം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാങ്ങിയാൽ മതി. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും
എല്ലാത്തിനും നല്ല ഒരു കോമ്പിനേഷനാണ്. ഞാനിന്ന് ഈ കടലക്കറിയുടെ കൂടെ റെഡിയാക്കിയിരിക്കുന്നത് നീർദോശയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.